ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ ദുബായിലെ ഡേ 2 ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻ നമ്മളിന്ന് മിറാക്കിൾ ഗാർഡനും ഗ്ലോബൽ വില്ലേജ് ആണ് നമ്മളിന്ന് പ്ലാൻ. അത് നമ്മൾ ഓൾറെഡി ക്ലോക്ക് എന്ന ആപ്പിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ പോകും. അതിന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോകും. ഇതാണ് നമ്മുടെ പ്ലാൻ. മിറാക്കിൾ ഗാർഡനിലേക്ക് ബൈ മെട്രോ വെച്ചിട്ടാണ് നമ്മൾ പോണത്. നമ്മളിവിടെ യൂണിയൻ മെട്രോ സ്റ്റേഷന്റെ നിയർ ബൈ ആണ്. ഒരു 5 മിനിറ്റ് വാക്കുള്ളൂ. അടുത്ത് തന്നെയാണ് നമ്മളിവിടെ ലാൻഡ്മാർക്ക് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ മാൾ ഓഫ് എമിറേറ്റ്സ് എന്ന സ്റ്റോപ്പിലോട്ട് മെട്രോ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബൈ ബസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് മിറാക്കിൾ ഗാർഡനിലോട്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് മിറാക്കിൾ ഗാർഡനിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണാം. ബസ് ഇറങ്ങിയിട്ട് എന്തോ കുറച്ച് നടക്കാനുണ്ട്, കറക്റ്റ് അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് പറയാം. ബാക്കി നമുക്ക് അവിടെ കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ മെട്രോ കയറി. അവിടെ നിന്നൊരു 3-4 സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ മിറാക്കിൾ ഗാർഡനിലേക്കുള്ള ബസ്സിന്. നേരെ നമുക്ക് മെട്രോ ഇല്ല, അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം മിറാക്കിൾ ഗാർഡനിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ബസ് സ്റ്റേഷനിലെത്തി. ഇതാണ് കേട്ടോ ബസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ ബസ് കിടക്കുന്നതാണ്. അത് നേരെ മിറാക്കിൾ ഗാർഡനിലേക്കുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വേറെ സ്റ്റോപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. അവിടെ നിന്ന് എന്തൊരു 1 hour ഹാഫ് അവർ അങ്ങനെ എന്തൊരു ട്രാവൽ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ട്രാവൽ ഉണ്ട്. അപ്പോൾ അതേ കാണുന്ന ഗേറ്റാണ് മിറാക്കിൾ ഗാർഡനിലേക്കുള്ള കവാടം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. 2013 കേട്ടോ മിറാക്കിൾ ഗാർഡൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 100 മില്യൺ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് കാണാനുണ്ട്. 72,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഫുൾ മിറാക്കിൾ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഒക്ടോബർ ടു ഏപ്രിലാണ് കേട്ടോ ഇവിടെ ഓപ്പൺ. ബാക്കി മന്ത്സിൽ ചൂടായിരിക്കുമല്ലോ, അതുകൊണ്ട് ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റും കഫേയും റെസ്റ്റിംഗ് ഏരിയയും പിന്നെ കിഡ്സിന് പറ്റിയ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ദുബായിൽ വരാണെങ്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടിലൊന്നാണ് മിറാക്കിൾ ഗാർഡൻ. പിന്നെ നിങ്ങളൊരു 1 ഡേ ഇതിനായിട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങളുടെ ഇന്നത്തെ പ്ലാന് മിറാക്കിൾ ഗാർഡനും അതേപോലെ ഗ്ലോബൽ വില്ലേജും ആയിരുന്നു. ബട്ട് ആക്ച്വലി ഞങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജിൽ അതിന് മാത്രം എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു 12:30-1 മണി ആവാറായപ്പോഴാണ് എത്തിയത്. ഇവിടെ നിന്ന് ഇറങ്ങിയത് 6 മണി കഴിഞ്ഞപ്പോൾ. 6 മണി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി ബസ് കയറി ഗ്ലോബൽ വില്ലേജിൽ എത്തിയപ്പോൾ തന്നെ സമയം നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് 11 മണിയോ 12 മണി വരെ എങ്ങാണ്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് റൂമിലെത്തണമല്ലോ. സോ കുറച്ച് നേരത്തെ എല്ലാം കണ്ടെങ്കിലും കുറച്ച് റഷായിപ്പോയി. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പ്ലാനായിട്ട് ഇത് മാറ്റി വയ്ക്കുന്നതായിരിക്കും. മിറാക്കിൾ ഗാർഡൻ ഒരു ദിവസത്തെ പ്ലാനായിട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ.